ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ ചില്ലി ഗ്രേവിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റുമേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ, കുറച്ച് മുളക് പൊടി, ഇതൊക്കെ ചെമ്മീൻ്റെ അളവിനനുസരിച്ച് കേട്ടോ. 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. സോയ സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിലോ ബട്ടറിലോ അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഒരു ഭാഗം, 1 മിനിറ്റ് മറുഭാഗം ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഒരുപാടായിട്ട് പോകരുത്. ഇനി സെയിം ഓയിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ സവാള ക്യൂബാക്കി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ക്യാപ്സിക്കം ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് സോയ സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്, പിന്നെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് റെഡ് ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി സോസ്. ഇത് രണ്ടും കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപ്പം തന്നെ ചെമ്മീൻ ചേർത്ത് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക. ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഒന്ന് ഗ്രേവി ആയിട്ട് വന്ന സമയത്ത് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുത്തു. പിന്നെ കയ്യിലുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ മല്ലിയില മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചെമ്മീൻ ചില്ലി ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. ചെമ്മീൻ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു ഫ്രൈഡ് റൈസും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.